ഹലോ ഉജ്വൽ കുമാർ സാറല്ലേ? സാർ നമ്മൾ പുതിയൊരു സിനിമ ചെയ്യണം സാർ. ആ സിനിമയിലെ നായകൻ സാറാണ്. കഥ പറയാൻ വേണ്ടി അങ്ങോട്ട് വന്നോട്ടെ സാർ. കഥ കേൾക്കണ്ടെന്നാ? അപ്പൊ സാർ അഡ്വാൻസ് അതും കൊണ്ടുവരാം സാർ. വേണ്ട സാർ ഇങ്ങോട്ട് വരാന്നാ? ജനശക്തി പാർക്ക്. ജനശക്തി പാർക്കിന്റെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാം സാർ. ഓ ഇപ്പൊ നമ്മൾ അവിടെ ഉണ്ട് സാർ. ഓ ഒരു 10 മിനിറ്റ്. ഓക്കെ സാർ. ഓക്കെ താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഇങ്ങോട്ട് വരാമെന്നാ? സാർ സാർ ഒരു അമ്മയുടെയും മകന്റെയും ആത്മബന്ധത്തിന്റെ കഥയാണ് സാർ ഇത്. നമ്മുടെ സിനിമ തുടങ്ങുന്നത് തന്നെ അമ്മ മരിച്ചു കിടക്കുന്നിടത്ത് സാറ് വരുന്നു. അലറി വിളിച്ചുകൊണ്ട് അമ്മേന്ന് വിളിച്ചുകൊണ്ടാണ് സാർ വരുന്നത്. ക്യാമറ റെഡിയല്ലേ? കഥ കേൾക്കണ്ട, ഷൂട്ടൊന്നല്ലോ, പിന്നെന്തിനാ ക്യാമറയൊക്കെ? നമ്മുടെ സിനിമയുടെ പ്രൊമോഷനായിട്ട് ഒരൊറ്റ ഡയലോഗ് സാറിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ് സാർ. സാർ വേറെ ഒന്നുമല്ല, അമ്മ മരിച്ചു കിടക്കുന്നിടത്ത് സാർ വരുന്നു. എന്റെ അമ്മയെ വിളിച്ച് കരഞ്ഞുകൊണ്ട് വരാം സാർ. അത് ജനങ്ങൾക്ക് ഒരു ഫീൽ വേണം സാർ. താങ്ക് യു സാർ. റെഡിയല്ലേ? റെഡി സാർ. അമ്മേ, എന്റെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ. ഞാൻ അഭിനയിക്കുമ്പോൾ കൂടെ ആരും അഭിനയിക്കണ്ട, എന്നെ വിട്ടുപോയോ അമ്മേ. കട്ട് 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 കട്ട്. സാർ കുറച്ചൊരു ഫീൽ വേണം സാർ. ഇതിനെന്താ കുഴപ്പം? ആവശ്യമുള്ള ഫീൽ എടുത്തിട്ട് ബാക്കി കളയൂ. അതല്ല സാർ, ഒരല്പ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവണം, അതുകൊണ്ടാണ്. 50 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബറാണ് ഞാൻ. ഞാൻ കരഞ്ഞാൽ എന്റെ പ്രേക്ഷകർ കരയില്ലേ? അതെനിക്ക് താങ്ങാൻ പറ്റില്ല. നിങ്ങൾ വണ്ടിയിലേക്ക് പോകൂ, ഞാൻ അഡ്വാൻസ് വാങ്ങി വരാം. അഡ്വാൻസ് കിട്ടിയില്ല? അഡ്വാൻസ് മാത്രമല്ല, മൊത്തത്തിൽ കൊടുക്കാം. ഇങ്ങോട്ട് പറ. എന്താ കാണിക്കുന്നേ? എന്ത് കാണിക്കണമെന്നാ? എടാ കോടികൾ മുടക്കി ഒരു സിനിമ ചെയ്യുമ്പം സിനിമ റിലീസ് ചെയ്യുന്നത് സിനിമ പോലും കാണാതെ ഒരു മൊബൈൽ എടുത്ത് മരിച്ചിരി കമ്പി കുത്തി വെച്ചിട്ട് സിനിമ കൊള്ളൂല, സംവിധാനം കൊള്ളൂല, കഥ കൊള്ളൂല, നടൻ കൊള്ളൂല, എന്തൊക്കെയാണ് വിളിച്ചു കൂടത്? അഭിനയം എന്താന്ന് പാടെന്താന്ന് ഇപ്പൊ മനസ്സിലായ നിനക്ക്? എടാ ഒരു 100ഓളം ആൾക്കാരുടെ വേർപ്പാണ് ഒരു സിനിമ. എടാ ഒരു സിനിമ കൊണ്ട് എത്ര കുടുംബം ജീവിക്കണം നിനക്കറിയാമോ? ഇത്തരം ഊള പരിപാടി കൂടെ ഇനി കൊണ്ടുവന്ന എന്തിനാണ് ഇവനെ? എന്റെ കാലും കൈ തല്ലി ഓടിക്കണം. വേണ്ട, ഇന്നത്തോടുകൂടി ഈ ചാനൽ പരിപാടി ഞാൻ നിർത്തി. ഇവനെ പോലെ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്.